Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയസ് സ്റ്റോക്ക് ലെവൽസിന്റെ ഫോർമുലാസ് പഠിച്ചു അല്ലേ? ഇനി അതിന് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നോക്കുക, ഇലസ്ട്രേഷൻ 6 ആണ്. അതിൽ ക്വസ്റ്റ്യൻ നോക്കുക, കാൽക്കുലേറ്റ് മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് വേരിയസ് സ്റ്റോക്ക് ലെവൽസ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇൻഫർമേഷൻ നോക്കാം. മിനിമം കൺസെപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം നമ്മളുടെ യൂസേജ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് പെർ ഡേ, ഒരു ദിവസം 100 യൂണിറ്റ്സ് ആണ് നമ്മൾ മിനിമം യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ മാക്സിമം കൺസെപ്ഷൻ. മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് എത്രയാണ്? 140 യൂണിറ്റ്സ് പെർ ഡേ, ഒരു ദിവസം 140 യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോർമൽ കൺസെപ്ഷൻ, നോർമലായിട്ട് യൂസേജ് എത്രയാണ്? 120 യൂണിറ്റ്സ് പെർ ഡേ. ഇനി റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത് 10 to 15 ഡേയ്സ്. നമ്മൾ റീഓർഡർ ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 10 to 15 ദിവസമാണ്. അപ്പം 10 ഡേയ്സ് പറയുന്നത് മിനിമം റീഓർഡർ പീരിയഡും 15 ഡേയ്സ് പറയുന്നത് മാക്സിമം ആണ്. അപ്പം മിനിമം 10ഉം മാക്സിമം എത്രയാണ്? 15 ദിവസം. 10 to 15 ദിവസം നമുക്ക് എന്ത് എടുക്കുന്നുണ്ട്? റീഓർഡർ പീരിയഡ് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓർഡർ കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ദിവസമാണ് 10 to 15 ദിവസം എന്ന് പറയുന്നത്. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി 1400 യൂണിറ്റ്സ്. റീഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ് എ ടൈം നമ്മൾ ഓർഡർ ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് ആണ്? ഒരു ഓർഡറിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് ഓർഡർ ചെയ്യുന്നത്? 1400 യൂണിറ്റ്സ്. ഈ റീഓർഡർ ക്വാണ്ടിറ്റിനെയാണ് EOQ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ EOQ പറയുന്നത് എത്രയാണ്? 1400 യൂണിറ്റ്സ് ആണ് പറയുന്നത്. ഇനി നോർമൽ റീഓർഡർ പീരിയഡ്. നോർമലായിട്ട് നമുക്ക് റീഓർഡർ പീരിയഡ് എടുക്കുന്നത് എത്രയാണ്? 12 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഇവിടെ മിനിമം വന്നിട്ട് 10 ഡേയ്സും മാക്സിമം 15 ഡേയ്സും, നോർമൽ റീഓർഡർ പീരിയഡ് പറയുന്നത് 12 ഡേയ്സ് ആണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ എല്ലാം കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റീഓർഡർ ലെവലാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം മാക്സിമം ലെവലിലും മിനിമം ലെവലിലേക്കും നമ്മുടെ ഫോർമുലയിൽ വരുന്ന ഒരു ഐറ്റമാണ് എന്ത്? റീഓർഡർ ലെവൽ എന്ന് പറയുന്ന ഐറ്റം. സോ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റീഓർഡർ ലെവലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ റീഓർഡർ ലെവലിന്റെ ഫോർമുല എന്താണ്? ആദ്യം നമുക്ക് റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാം. സോ റീഓർഡർ ലെവലിന്റെ ഫോർമുല എന്താണ്? മാക്സിമം റേറ്റ് ഓഫ് കൺസെപ്ഷൻ അല്ലെങ്കിൽ മാക്സിമം കൺസെപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ മാക്സിമം കൺസെപ്ഷൻ എത്രയാണ്? 140 യൂണിറ്റ്സ് അല്ലേ? മാക്സിമം റീഓർഡർ പീരിയഡ് എത്രയാണ് നോക്കാം. റീഓർഡർ പീരിയഡിൽ 10 to 15 ഡേയ്സ് ആണ്. 10 പറയുന്നത് നോർമൽ റീഓർഡർ പീരിയഡും 15 ഡേയ്സ് പറയുന്നത് മാക്സിമം റീഓർഡർ പീരിയഡ് ആണ്. അപ്പൊ നമ്മുടെ റീഓർഡർ ലെവലിന്റെ ഫോർമുല എന്താണ്? മാക്സിമം കൺസെപ്ഷൻ പറയുന്നത് 140 യൂണിറ്റ്സ്, മാക്സിമം റീഓർഡർ പീരിയഡ് പറയുന്നത് 15 ഡേയ്സ്. സോ 140 into 15 എന്ന് പറയുമ്പോൾ 2100 യൂണിറ്റ്സ്. സോ റീഓർഡർ ലെവൽ എത്രയാണ്? 2100 യൂണിറ്റ്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റീഓർഡർ ചെയ്യാൻ നമ്മൾ ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് മാക്സിമം ലെവൽ. സോ മാക്സിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസെപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഇതാണ് നമ്മുടെ എന്തിന്റെ ഫോർമുല? മാക്സിമം ലെവലിന്റെ ഫോർമുല. ഇനി റീഓർഡർ ലെവൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് ആണ്? 2100 യൂണിറ്റ്സ് പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 1400 യൂണിറ്റ്സ്. സോ 1400 മൈനസ് ഇനി മിനിമം കൺസെപ്ഷൻ ഇവിടെ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 100 യൂണിറ്റ്സ് പെർ ഡേ. സോ 100 ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഇവിടെ എത്രയാണ്? നമുക്ക് റീഓർഡർ പീരിയഡ് 10 to 15 ഡേയ്സ് ആണ്. അപ്പൊ മിനിമം എത്രയാണ്? 10 ഡേയ്സ്. സോ 100 ഇൻറ്റു 10. സോ ഇവിടെ 2100 പ്ലസ് 1400 ചെയ്തപ്പോൾ എത്രയാണ്? 3500 മൈനസ് 100 ഇൻറ്റു 10 എത്രയാണ്? 1000. സോ 3500 മൈനസ് 1000 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 2500 യൂണിറ്റ്സ്. സോ മാക്സിമം ലെവൽ പറയുന്നത് എത്രയാണ്? 2500 യൂണിറ്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് മിനിമം ലെവലാണ്. ഇനി മിനിമം ലെവലിന്റെ ഫോർമുല എന്താണെന്ന് നോക്കൂ. മിനിമം ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. ഓക്കെ, ഇനി റീഓർഡർ ലെവൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റീഓർഡർ ലെവൽ എത്രയാണ്? 2100. ഓക്കെ, 2100 എഴുതി മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇവിടെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നോർമൽ ക്വാണ്ടിറ്റി നോക്കൂ. നോർമൽ കൺസെപ്ഷൻ തന്നിട്ടുണ്ടോ? യെസ്, നോർമൽ കൺസെപ്ഷൻ ഈക്വൽ ടു 120 യൂണിറ്റ്സ് പെർ ഡേ. So 120 units into normal reorder period. Normal reorder period 12 days.
So 120 into 12. So ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റീഓർഡർ ലെവൽ 2100 യൂണിറ്റ്സ് മൈനസ് 120 into 12 ചെയ്തപ്പോൾ എത്രയാണ് 1440. Is it clear? So 2100 minus 1440 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി 660 യൂണിറ്റ്സ് കിട്ടി. സോ നമുക്ക് മിനിമം ലെവലും കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ആവറേജ് ലെവൽ. സോ ആവറേജ് ലെവൽ കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല ഉണ്ട്. രണ്ട് ഫോർമുലയിലും ചെയ്യണം. കാരണം രണ്ട് ഫോർമുലയിലും ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഏത് ആവറേജ് ലെവലിൽ. സോ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ നമുക്ക് അറിയാം ഇവിടെ എത്രയാണ് 660 യൂണിറ്റ്സ് പ്ലസ് ഹാഫ് 1/2 പറയുമ്പോൾ ഹാഫ് ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ് നോക്കൂ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് റീഓർഡർ ക്വാണ്ടിറ്റി 1400. സോ 1400 എഴുതി. സോ 660 പ്ലസ് ഹാഫ് ഇൻറ്റു 1400 ചെയ്തപ്പോൾ 1400 ഹാഫ് പറയുമ്പോൾ എത്രയാണ് 700 യൂണിറ്റ്. സോ 660 പ്ലസ് 700 യൂണിറ്റ്സ് ഈക്വൽ ടു 1360 യൂണിറ്റ്സ്. ഓക്കെ, സോ റീഓർഡർ ലെവൽ നമുക്ക് കിട്ടി 1000. സോറി, റീഓർഡർ അല്ല, ആവറേജ് ലെവൽ പറയുന്നത് 1360 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ആവറേജ് ലെവലിന്റെ വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്. എന്താണ് വേറൊരു ഫോർമുല? ആവറേജ് ലെവലിന്റെ വേറൊരു ഫോർമുല മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡഡ് ബൈ 2. നമുക്കിവിടെ മാക്സിമം ലെവൽ അറിയാം. എത്രയാണ് മാക്സിമം ലെവൽ? ദാറ്റ് ഈസ് 2500 യൂണിറ്റ്സ് പ്ലസ് മിനിമം ലെവൽ എത്രയാണ് നോക്കൂ, മിനിമം ലെവൽ 660 യൂണിറ്റ്സ്. സോ 2500 പ്ലസ് 660 ഡിവൈഡഡ് ബൈ 2. സോ 2500 പ്ലസ് 660 എത്രയാണ് നോക്കൂ, എത്രയാണ് 2500 പ്ലസ് 660 എന്ന് പറയുമ്പോൾ 2500 പ്ലസ് 660 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 3160 വരും. ഈ 3160 ഡിവൈഡഡ് ബൈ 2. സോ 3160 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 1580 കിട്ടും. ഓക്കെ, സോ ഇവിടെ അപ്പോൾ ഇവിടെ നോക്കുക, ആവറേജ് ലെവലിൽ രണ്ട് ഫോർമുലയിലും രണ്ട് ആൻസർ ആണ് വരുന്നത്. ഫസ്റ്റ് ഫോർമുലയിൽ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് 1360 കിട്ടി. അതേസമയം മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത് 1580 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7 സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ ആൻഡ് ആവറേജ് ലെവൽ ഫ്രം ദ ഫോളോയിങ്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് വേരിയസ് സ്റ്റോക്ക് ലെവൽസ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിൽ നോക്കൂ, റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, EOQ തന്നിട്ടുണ്ട്. EOQ എത്രയാണ് 1500 യൂണിറ്റ്സ്. ഇനി റീഓർഡർ പീരിയഡ് പറയുന്നത് എന്താണ് 4 to 6 വീക്ക്, 4 to 6 ആഴ്ചയാണ് റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ 4 to 6 വീക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീക്സ് പറയുന്നത് മിനിമം റീഓർഡർ പീരിയഡും 6 വീക്സ് എന്ന് പറയുന്നത് മാക്സിമം റീഓർഡർ പീരിയഡ്. ഇനി മാക്സിമം കൺസപ്ഷൻ നോക്കാം. മാക്സിമം നമുക്ക് പെർ വീക്ക് എത്രയാണ് 400 യൂണിറ്റ്സ് ആണ് നമ്മൾ ഒരാഴ്ചക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മിനിമം കൺസപ്ഷൻ നോക്കാം, 250 യൂണിറ്റ്സ് പെർ വീക്ക്. ഒരാഴ്ചക്ക് 250 യൂണിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി നോർമൽ കൺസപ്ഷൻ നോക്കാം. നോർമൽ കൺസപ്ഷൻ എത്രയാണ് 300 യൂണിറ്റ്സ് പെർ വീക്ക് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്, ദാറ്റ് ഈസ് റീഓർഡർ ലെവലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ റീഓർഡർ ലെവലിന്റെ ഫോർമുല എന്താണ്, മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. മാക്സിമം കൺസപ്ഷൻ നമുക്കറിയാം എത്രയാണ്, മാക്സിമം കൺസപ്ഷൻ 400 യൂണിറ്റ്സ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് എത്ര പറഞ്ഞിട്ടില്ല 4 to 6 വീക്സ് എന്ന് പറയുമ്പോൾ 6 വീക്സ് ആണ് മാക്സിമം. സോ 400 into 6 എന്ന് പറഞ്ഞപ്പോൾ 2400 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ റീഓർഡർ ലെവൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മാക്സിമം ലെവലാണ്. സോ മാക്സിമം ലെവലിന്റെ ഫോർമുല എന്താണ്, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. നമുക്ക് ഇതിൽ റീഓർഡർ ലെവൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ് 2400 യൂണിറ്റ്സ് പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. EOQ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ് 1500 യൂണിറ്റ്സ്. സോ 1500 മൈനസ് ഇൻറ്റു എന്താണ് മിനിമം കൺസപ്ഷൻ. മിനിമം കൺസപ്ഷൻ ഇവിടെ എത്രയാണ് 250 യൂണിറ്റ്സ്. സോ 250 ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. മിനിമം റീഓർഡർ പീരിയഡ് ഇവിടെ എത്രയാണ്, റീഓർഡർ പീരിയഡ് 4 to 6 ആണ്. അപ്പോൾ അതിൽ 4 പറയുന്നത് മിനിമം ആണ്. സോ ഇൻറ്റു 4. ഓക്കെ, 250 ഇൻറ്റു 4. സോ ഇവിടെ 2400 പ്ലസ് 1500 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 2400 പ്ലസ് 1500 മൈനസ് ഇവിടെ 250 ഇൻറ്റു 4. 250 ഇൻറ്റു 4 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1000. ഓക്കെ, സോ ഇവിടെ 2400 പ്ലസ് 1500 ചെയ്തപ്പോൾ 3900 കിട്ടി മൈനസ്
250 into 4 എത്രയാണ് 1000. So 3900 minus 1000 ചെയ്തപ്പോൾ 2900 യൂണിറ്റ്സ്. ഓക്കെ, മാക്സിമം ലെവൽ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കട്ടെ മിനിമം ലെവൽ. സോ മിനിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. അല്ലെ റീഓർഡർ ലെവൽ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2400. ഓക്കെ, 2400 മൈനസ് നോർമൽ കൺസപ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 300 യൂണിറ്റ്സ്. ഇനി നോർമൽ റീഓർഡർ പീരിയഡ്, ഈ ക്വസ്റ്റ്യനിൽ നോർമൽ റീഓർഡർ പീരിയഡ് തന്നിട്ടുണ്ടോ? ഇല്ല. ആകെ റീഓർഡർ പീരിയഡ് പറയുന്നത് 4 to 6 weeks ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോർമൽ റീഓർഡർ പീരിയഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണോ നോർമൽ റീഓർഡർ പീരിയഡ് കണ്ടുപിടിക്കുക? മാക്സിമം പീരിയഡ് പ്ലസ് മിനിമം പീരിയഡ് ഡിവൈഡഡ് ബൈ 2. ഇതിൽ നോക്കുക, മാക്സിമം പീരിയഡ് എത്രയാണ്? 6 weeks പ്ലസ് മിനിമം എത്രയാണ്? 4. സോ 6 plus 4 divided by 2, that is 10 divided by 2 പറയുമ്പോൾ എത്രയാണ്? 5 weeks ആണ് നമുക്ക് എന്ത് വരുന്നത്? നോർമൽ റീഓർഡർ പീരിയഡ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോർമൽ റീഓർഡർ പീരിയഡ് എമൗണ്ട് ഈ 5 weeks നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ റീഓർഡർ മിനിമം ലെവലിലേക്ക് വരുമ്പോൾ റീഓർഡർ ലെവൽ നമുക്കറിയാം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2400 മൈനസ് നോർമൽ കൺസപ്ഷൻ 300 യൂണിറ്റ്സ് ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ് എത്രയാണ്? 5 weeks. ഓക്കെ, സോ 2400 മൈനസ് 300 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 1500. സോ 2400 മൈനസ് 1500 ചെയ്തപ്പോൾ 900 യൂണിറ്റ്സ്. സോ മിനിമം ലെവൽ എത്രയാണ്? 900 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ആവറേജ് ലെവൽ കണ്ടുപിടിക്കുകയാണ്. ആവറേജ് ലെവൽ കണ്ടുപിടിക്കുമ്പോൾ 2 ഫോർമുലയാണ് നമ്മൾ ചെയ്യണം. അതിൽ ഫസ്റ്റ് ഫോർമുല പറയുന്നത് എന്താണ്? മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ ഇവിടെ എത്രയാണ്? 900 യൂണിറ്റ്സ് പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ്? 1500. സോ 1/2 ഇൻറ്റു 1500 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 750. സോ 900 പ്ലസ് 750 ചെയ്തപ്പോൾ 1650 യൂണിറ്റ്സ്. സോ ആവറേജ് ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? 1650 യൂണിറ്റ്സ്. ഇനി നമുക്ക് വേറൊരു ഫോർമുലയുണ്ട്, മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡഡ് ബൈ 2യുടെ ഫോർമുല. സോ മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡഡ് ബൈ 2. സോ ഇതിൽ മാക്സിമം ലെവൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2900 യൂണിറ്റ്സ് പ്ലസ് മിനിമം ലെവൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 900 യൂണിറ്റ്സ്. സോ 2900 പ്ലസ് 900 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1900 യൂണിറ്റ്സ്. ഓക്കെ, സോ ഇവിടെ ആവറേജ് ലെവലിൽ 2 ഫോർമുലയിലും 2 ആൻസർ ആണ് നമുക്ക് കിട്ടാറ്. ഓക്കെ.